ഇതാണ് സ്പ്രിങ്ങും ബോളും. നമ്മൾ ഓട്ട മത്സരത്തിനൊക്കെ ട്രാക്ക് ഉണ്ടാക്കില്ലേ, അതേപോലെ തന്നെ കാളപൂട്ട് മത്സരത്തിന് ട്രാക്ക് ഉണ്ടാക്കുന്നതാണ്. അതായത് ഇപ്പോൾ 4 മൂല ഈ കണ്ടത്തിൻ്റെ കുറ്റി, നേർമൂല, 2-ാം മൂല, 3-ാം മൂല, അങ്ങനെ 4 മൂല. വളപ്പൻ പിച്ചാമ അപ്രകാരം തള്ളലുകാരൻ പ്രസ്തുത മാർക്ക് മറികടന്നാൽ കൊടിപൊക്കുന്ന നേർവരമ്പിനെ കുറ്റിക്ക് സമീപത്തായി അടയാളപ്പെടുത്തിയ മാർക്കിനപ്പുറത്തേക്ക് കൂട്ടിക്കാരനോ തള്ളലുകാരനോ അല്ലാത്ത മറ്റാരും പോകാൻ പോകുന്നതല്ല. ഈ കാര്യം കുട്ടിയിലെ കൊടിക്കാരൻ നോക്കേണ്ടതും. അപ്രകാരം ആള് മറികടന്നാൽ കൊടിപൊക്കുന്നതും കന്ന് ഫൗളാകുന്നതുമാണ്. കണ്ടത്തിന്റെ 4 മൂലകളും സ്ഥാപിച്ചിരിക്കുന്ന റിങ്ങിന്റെയും ബോളിന്റെയും ഇടതുഭാഗത്ത് കൂടി മൂരി ഓടിയാലും കന്ന് ഫൗളാകുന്നതല്ല. എന്നാൽ കന്നുകൾ 2 കൂടി ഇടതുഭാഗത്ത് കൂടി ഓടിയാൽ ആ കന്ന് ഫൗളാകുന്നതാണ്. അതായത് നടയിട്ട കൂട്ടാണ് എന്ന്. പിന്നെ നടട്ട് പോയാലും കുഴപ്പമില്ല. ഒരു കാളയും മുട്ടിയോ അതും